യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുലർച്ചെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. അടൂർ പള്ളിക്കൽ പഞ്ചായത്ത് അംഗം പോലീസ് ജീപ്പിന് മുൻപിൽ കിടന്ന് പ്രതിഷേധിച്ചു. കൊടും കുറ്റവാളികളെ പോലെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന് അമ്മ ബീന കുറുപ്പ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ബന്ധുക്കൾ പറയുന്ന പ്രകാരം തിരുവനന്തപുരത്ത് നിന്നുള്ള കന്റോൺമെന്റ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂർ മുണ്ടപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തുന്നത് രാവിലെ 5:30 കൂടിയാണ്. 4 വശത്തും പോലീസ് കാവൽ നിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. വീട്ടിൽ അമ്മയും സഹോദരിയും അവരുടെ ഭർത്താവും രാഹുലുമാണ് ഉണ്ടായിരുന്നത്. ഈ കഥ തുറന്നപ്പോൾ എന്താ സംഭവിച്ചത്? കഥക് തുറന്ന ഉടനെ അവർ ചോദിക്കുന്നത് രാഹുൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ചോദിക്കുന്നതിന് മുമ്പ് 2 പേര് അകത്ത് കയറി, വനിതാ പോലീസും അകത്ത് കയറി. അപ്പോഴും ഞാൻ ചോദിച്ചു എന്താ മാഡം പ്രശ്നം എന്ന് ചോദിച്ചു. രാഹുൽ എന്തിയെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു മുകളിലാണെന്ന് പറയുക. ഇവർ പെട്ടെന്ന് മുകളിലത്തെ മുറിയിലോട്ട് അങ്ങ് പോയി. അപ്പോഴും വീടിന് 4 വശം പോലീസ് നിൽപ്പുണ്ട്. കാരണം രാഹുൽ മറ്റു വഴി കൂടി രക്ഷപ്പെടുമെന്നുള്ളത്, രക്ഷപ്പെടുമോ എന്നുള്ള പേടി അവർക്ക് കാണും. പക്ഷെ ആ പേടി എനിക്കില്ല. കാരണം രാഹുൽ രക്ഷപ്പെടേണ്ട കാര്യമില്ല. ഇന്നലെ ഗവർണർക്കെതിരെ SFIക്കാർ സമരം നടത്തില്ലേ, DYFIക്കാരുടെ ഇത് വന്നില്ലേ. അപ്പോൾ പിന്നെ ഈ ഒരു കാര്യത്തിന് എൻ്റെ വീട്ടിൽ കയറി ഈ ഒരു വെളുപ്പിനെ വന്ന് ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ നടപടി എങ്ങനെ കാണുന്നു പാർട്ടി? ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചില അക്രമങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. ആ അക്രമം പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള പോലീസിൻ്റെ ഭാഗമാണ്, അതിന് നമുക്കെതിരില്ല. പക്ഷേ ഈ 10-50 പോലീസും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഭീകര പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന മട്ടിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നടപടി ഒരിക്കലും ശരിയല്ല. ഇവിടെ വന്നപ്പം തൊട്ട് ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണ് ഈ CIയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. CI ഇവിടെ വന്നിട്ട് വന്നു കഴിഞ്ഞപ്പം പുള്ളിയെ വിളിക്കുന്നു. പുള്ളി ഉടനെ പറയുന്നു ഇവിടെ ഉണ്ട്, എന്നാൽ എളുപ്പം പിടിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കരുത്. ഇങ്ങനെ അമ്മ പറഞ്ഞ കറക്റ്റാണ്, 100%. ആ ഫോണിൽ കൂടെ ലൈവായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഇത് വിളിച്ച് P. ശശിയെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമവും ചെയ്തത്. അസാധാരണമായ നടപടി ആണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്നുള്ളതാണ് ബന്ധുക്കളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ തന്നെ പൊതുവായ വികാരം. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.